എല്ലാവർക്കും നമസ്കാരം. ഞാനീ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഒരു അനുഭവമാണ്. എൻ്റെ മോൾക്ക് എക്സിമ അസുഖം വന്നപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തത്, എങ്ങനെ അത് മാറി എന്നൊരു എൻ്റെ ഒരു അനുഭവമാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ കാരണമെന്ന് പറയുന്നത് ഈ ഒരു എക്സിമ എന്നൊരു അസുഖം ഉള്ള കുഞ്ഞുങ്ങളുള്ള പാരൻസിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു അസുഖം ഉള്ളപ്പോൾ, കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു അസുഖം വരുമ്പോൾ അമ്മമാരും പാരൻസ് എന്തുമാത്രം സങ്കടപ്പെടുമെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ അത്രത്തോളം, ഞാനായാലും ഹസ്ബൻഡായാലും അത്രമാത്രം ടെൻഷൻ അടിച്ചുള്ളൊരു സമയമായിരുന്നു അത്. അപ്പോൾ അത് എങ്ങനെയാണ് മാറി എന്നൊരു ഒരു ഒരു അവർക്കൊരു ഹെൽപ്ഫുൾ ആവും എന്ന രീതിയിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ മോൾക്ക് ഈ ഒരു അസുഖം വന്നത് 5 വയസ്സിലാണ്, UKG പഠിക്കുന്ന സമയത്ത്. മോള് ഒരു ദിവസം രാത്രി ഡിസംബറിലായിരുന്നു, ഭയങ്കരമായിട്ട് വോമിറ്റിങ്ങായി. വോമിറ്റിംഗ് എന്ന് വെച്ചാൽ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ തൊട്ട് വൈകിട്ട് ഇപ്പോൾ തൊട്ട് മോൾക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ്ങായി. അങ്ങനെ പിന്നെ ഒരു രാത്രി എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞു ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് പോയ്സൺ ആവാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം ഞാനും മൂത്ത മോളും 2 വയസ്സുള്ള കുഞ്ഞ് മാത്രമേ ഉള്ളൂ ഫ്ലാറ്റിൽ. അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്നുള്ള ഫുഡൊന്നും മേടിക്കില്ല. കാരണം പുറത്തുനിന്ന് കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും അസുഖം വന്നിട്ട് എനിക്ക് ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാം വീട്ടിൽ തന്നെ ഫുഡാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ ഫുഡ് പോയ്സൺ ആവാൻ പുറത്തുനിന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇല്ല, എന്തെങ്കിലും ഫുഡിൻ്റെ പ്രശ്നമായിരിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴൊരു മരുന്ന് വന്നു, അത് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. പിന്നെ എൻ്റെ കുഞ്ഞിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, നിർത്തുന്നില്ല. കാരണം കുഞ്ഞിന് എന്താ പറയുക, പച്ചവെള്ളം കൂടെ കുടിക്കാൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞ് വെള്ളം, ഒരു ഗ്ലാസ് പകുതിയല്ല, ഒരു സ്പൂൺ വെള്ളം കൊടുത്താലും വേണ്ടമ്മ ഞാൻ ഛർദ്ദിക്കുമെന്ന് പറയും. അങ്ങനെയായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ. അപ്പോഴും വീണ്ടും ഒരു 3-3:30 ആയപ്പോൾ വെളുപ്പിന് വീണ്ടും കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു രാവിലെ പീഡിയാട്രിഷ്യൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അതിന് അടുത്തുള്ളൊരു ഹോസ്പിറ്റലാണ് കൊണ്ട് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ രാവിലെ വന്നു. അപ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയേക്കുമായിരുന്നു മോളെ. അപ്പം ആ ഡോക്ടർ പറഞ്ഞു ഫുഡിൻ്റെ എന്തെങ്കിലും കൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ വേറെ കുഴപ്പമൊന്നും കാര്യങ്ങളൊന്നുമില്ല. കൗണ്ട് കുഴപ്പമില്ല. നമുക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. കൗണ്ട് കുഴപ്പമില്ല. ഡെങ്കു ആണെന്ന് ടെസ്റ്റ് ചെയ്തു. പിന്നെ ബ്ലഡ് കൾച്ചറിനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ യാതൊരു കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പം ട്രിപ്പൊക്കെ തീർന്നു, മെഡിസിനൊക്കെ കൊണ്ട് വീട്ടിൽ വന്നു. ആൻറ്റിബയോട്ടിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും മോൾക്ക് എന്താ പറയുക, വൊമിറ്റിംഗ് മാറി. കുഞ്ഞിന് പൊള്ളുന്ന പനി, നല്ല പനി. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, ഭയങ്കരമായിട്ട് പനിയായിരുന്നു മോൾക്ക്. പിന്നെ അപ്പോഴെന്നെ വീണ്ടും ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സപ്പോസിറ്ററൊക്കെ വെച്ചു, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അങ്ങനെ എപ്പോഴും ഇങ്ങനെ പനിയായപ്പോൾ ഏട്ടൻ്റെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ അമ്മയും അനിയനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ പറഞ്ഞെങ്കിൽ ഞാൻ ലീവ് എടുത്ത് വരാം. ഏട്ടനും അങ്ങ് ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട്. അങ്ങനെ ഏട്ടൻ പിന്നെ ഗൾഫിൽ ലീവ് എടുത്ത് വന്ന് അങ്ങനെ വീണ്ടും ഇങ്ങനെ രാത്രിയാകുമ്പോൾ വീണ്ടും പനിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു അവിടെ നിന്ന് ഇനി കാണിക്കണ്ട, കിംസിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടന് ഭയങ്കര വിശ്വാസമാണ് കിംസ്. അങ്ങനെ കിംസിൽ കൊണ്ടുപോയപ്പോഴും ഇങ്ങനെ നല്ല ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് അറിഞ്ഞത് മോൾക്ക് ന്യൂമോണിയ ആയിരുന്നു അന്ന്. അങ്ങനെ പെട്ടെന്ന് അവർ അഡ്മിറ്റ് ചെയ്തു. ഒരു 3-4 ദിവസം വരെ അവിടെ അഡ്മിറ്റായിട്ട് കിടന്നു. അങ്ങനെ അവിടെ ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി അതിനുശേഷം തിരിച്ച് വീട്ടിൽ വന്നൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ മോളുടെ ഈ കൈയുടെ ഇവിടെ മൊത്തം പാടാവാൻ തുടങ്ങി. പാടെന്ന് വെച്ചാൽ കറുത്ത പാടുകൾ ഇങ്ങനെ ആദ്യം ഡോട്ടായിട്ട് വന്ന് പിന്നെ അത് പടരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ നേരെ വേറൊരു സ്കിൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ന്യൂമോണിയൊക്കെ കഴിഞ്ഞില്ല, അവിടെ ഇഞ്ചക്ഷനും ട്രിപ്പും ഒക്കെ എടുത്തല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ് ആയിരിക്കും, മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചതായിരിക്കും
അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കും. മുമ്പ് മോൾക്ക് അങ്ങനെ ഒരു അസുഖമോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ അത് അലർജിയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഇത് തന്നെ ആയിരിക്കുമെന്ന്. പിന്നെ ആ പാട് മാറുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ലോഷൻ തന്നായിരുന്നു. അപ്പോൾ അതൊക്കെ തേച്ചിട്ടും കുറവൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ദിവസം കൂടുന്തോറും അത് പടരാൻ തുടങ്ങി. ഈ കയ്യിൽ മുഴുവനായി, ഇവിടെ ഫുള്ളുമായി, പിന്നെ ഈ കയ്യിലായി, ഇവിടെയും ഫുള്ളുമായി, പിന്നെ ഈ മുട്ടിലായി, ഈ ഭാഗത്തായി, പിന്നെ കാലിലായി, കാലിൻ്റെ മുട്ടിലും ബാക്ക് സൈഡിലും ഒക്കെ. അവരുടെ ഭാഗ്യത്തിന് കഴുത്തിലോ മുഖത്തോ അങ്ങനെ ഒന്നും ആയിട്ടില്ല. എന്നും അവളുടെ ബോഡി ഫുള്ളും ഞാൻ ചെക്ക് ചെയ്യും എവിടെയാണെന്നൊക്കെ. പക്ഷെ അവിടെ ഒന്നും മുഖത്തോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ചൊറിച്ചിലോ അങ്ങനെ വലിയ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ കുളിക്കുന്ന സമയത്താണ് കൂടുതലും പറയുന്നത്, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചൊറിയുന്നമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ പടരും തോറും നമുക്കും ടെൻഷനായി. അപ്പോൾ ഒരുപാട് ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണിച്ച് ഡോക്ടറെ തന്നെ കാണിച്ചു. പിന്നെ വേറെ ഡോക്ടറെ പോയി കാണിച്ചു. അപ്പം അവർ പറയുന്നത് ചിലപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും ഇങ്ങനെ വരുന്നത്. കാരണം മോളുള്ളത് എക്സ്ട്രീം ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഈ തണുപ്പ് സമയമൊക്കെ ആകുമ്പോൾ നന്നായിട്ടുള്ള കാലിൽ നിന്നൊക്കെ നന്നായിട്ട് പൊരിച്ചിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കാം വരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോരോ ഡോക്ടർമാർ പറയുന്നതൊക്കെ വിശ്വസിച്ച് അവർ വരുന്ന മെഡിസിനൊക്കെ വന്ന് നമ്മൾ തേക്കുന്നുണ്ട്. പക്ഷെ മോക്കൊരു കുറവും കാണുന്നില്ല. ഇത് പടരുന്നതല്ലാതെ കുറയുന്നത് ഒരു ഇതുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ദിവസം ട്രിവാൻഡ്രത്തെ വലിയൊരു സ്കിൻ ക്ലിനിക്കിലോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് എക്സീമയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എക്സീമ എന്താണെന്നോ ഒന്നും അറിയില്ല. ഏട്ടനാണ് മോളെ കൊണ്ട് ആദ്യമായിട്ട് അവിടെ കൊണ്ടുപോയത്. അപ്പോൾ ഏട്ടനാണെന്ന് പറഞ്ഞ് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് എക്സീമയാണ്, ഇത് ക്യൂർ ആവില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉരുകി അങ്ങ് ഇല്ലാണ്ടായി. കാരണം ഇതൊരിക്കലും മാറില്ല, ലൈഫ് ലോങ് ആണ്, ലൈഫ് ലോങ് ഇങ്ങനെ ലോഷനും ക്രീമും ഒക്കെ തേച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പാടൊക്കെ അങ്ങനെ തന്നെ കാണുമല്ലോ, വൃത്തികേടാവണമല്ലോ എന്നൊക്കെ നമ്മൾ ആലോചിച്ച് ഞാനും ഏട്ടനൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ചിട്ടുണ്ട്. ഈ ലോകത്തെ സകല ദൈവങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്പലത്തിൽ പോയാലും ആദ്യം പ്രാർത്ഥന ഇതായിരുന്നു, ദൈവം എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറണേ. ഒരു പള്ളി പോയാലും ഞാൻ പഠിച്ച സ്കൂളിലൊരു പള്ളി സ്കൂളാണ്. അപ്പോൾ ആ ഒരു പോയാലും പോകുന്ന വഴിക്കാണെങ്കിലും കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറ്റണമേ. മുസ്ലിം പള്ളിയിലായാലും എന്തെങ്കിലും നേർച്ചുണ്ടോ ചേച്ചി എന്നൊക്കെ ഞാൻ ഓരോരുത്തരടുത്തൊക്കെ ഞാൻ ചോദിച്ചു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു അസുഖം ഒന്ന് മാറിയാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ ചിന്ത. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിച്ചു. അങ്ങനെ മലയ്ക്കുണ്ടാവാമെന്ന് നേർച്ചയൊക്കെ ചെയ്തു. പിന്നെ അത് അപ്പോൾ ആ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു ഇത് മാറില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നുപോയി. പിന്നെ അവരൊരു ലോഷൻ തന്നിട്ടുണ്ടായിരുന്നു, സെറ്റാഫിൽ ഡാമിൻ്റെ ഒരു ലോഷനാണ് തന്നത്. പിന്നെ ഒരു സോപ്പ് തന്നിട്ടുണ്ടായിരുന്നു, സോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഒരു ക്രീം തന്നിട്ടുണ്ടായിരുന്നു. ആ ക്രീം രാവിലെയും രാത്രിയും തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ രാവിലെയും രാത്രിയും ഒക്കെ ഈ ക്രീം തേക്കും തോറും മോളുടെ സ്കിന്ന് കൂടുതലായിട്ട് വഷളാവുക ചെയ്യുന്നത്, അത് കുറയുന്നില്ല. കാരണം ആ ക്രീം തേക്കും തോറും എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ സ്കിന്നെല്ലാം ആ പുറമെയുള്ള തൊലിയെല്ലാം ഇളകി വരിക. അത് കൂടുതൽ അറിയുന്നത് കുളിച്ചിട്ട് വരുമ്പോൾ ഇവൾ സോപ്പ് തേച്ച് തിരിഞ്ഞ് സമയത്ത് ഈ ഞാൻ കുളിപ്പിക്കുന്ന സമയത്തായാലും ആ സോപ്പ് അവിടെ തേക്കുമ്പോൾ ആ തൊലി അങ്ങ് എന്താ പറയുക, ഈ പാമ്പിൻ്റെ ഇത് തൊലി ഒരിഞ്ഞ് വരുന്ന പോലെ ഇങ്ങ് വരുക. ഭയങ്കരമായിട്ട് ടെൻഷനായിപ്പോയി ആ സമയത്തൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് ഈ ഡോക്ടറെ വലിയ വിശ്വാസം ഇല്ലാണ്ടായി. നമുക്ക് തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോഴങ്ങനെ 1 മാസത്തോളം 1-2 മാസത്തോളം ആ ഡോക്ടറുടെ കീഴിൽ തന്നെയായിരുന്നു നമ്മൾ നോക്കിയത്. പിന്നെ ഡോക്ടർ പിന്നെ ഒരുപാട് ഡയറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻ കഴിക്കാൻ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല, ഇറച്ചി കഴിക്കാൻ പാടില്ല, പിന്നെ ആ കുഞ്ഞിന് എന്താ കൊടുക്കുക, പാൽ കുടിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു. അവസാനം എൻ്റെ കുഞ്ഞിന് എന്താ കൊടുക്കുക, ഞാൻ എന്താ ഫുഡ് കഴിക്കാൻ കൊടുക്കുക എന്നൊരിത്. പച്ചക്കറി മാത്രം, പച്ചക്കറിയിലാണെങ്കിൽ തൈര് ചേർത്തൊന്നും കഴിക്കാൻ പാടില്ല. ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ചോളം ദൈവമേ, ഇതൊക്കെ ഇഷ്ടമുള്ളൊരു കുഞ്ഞിന് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല എന്നൊരു വിഷമവും ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും പോട്ടെ, അവൾക്കും കുറച്ച് ബുദ്ധിമുട്ട്. കാരണം അവൾക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്.
നോൺ വെജിൽ ഏറ്റവും ഇഷ്ടം അവൾക്ക് മുട്ട. അപ്പം മുട്ട കഴിക്കാൻ പറ്റുന്നപ്പോൾ ആൾ ഭയങ്കര അയ്യോ അമ്മ എനിക്ക് ഒരു മുട്ടയെങ്കിലും പൊരിച്ച അമ്മ എന്ന് പറയുമ്പോൾ ആ സങ്കടത്തോടെ ചോദിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വിഷമം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം പറഞ്ഞു മോളെ കുറയാനല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഡോക്ടറുടെ കീഴിൽ തന്നെ 2 മാസത്തോളം ചെയ്തിട്ട് നമുക്ക് ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെ പതിയെ നമ്മൾ തന്നെ പിന്നെ എനിക്ക് കൂടുതലായിട്ട് എനിക്ക് ആ ട്രീറ്റ്മെൻറ്റ് നിർത്താമെന്ന് തോന്നിയത്, ഞാൻ ചോദിച്ചു ആ ഡോക്ടറെ അടുത്ത്. പിന്നെ ഏട്ടൻ തിരിച്ച് ജോലി സ്ഥലത്തോട്ട് ഗൾഫിലോട്ട് വന്നു. പിന്നെ ഞാനായിരുന്നു മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഡോക്ടറെ അടുത്ത് ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇതെങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പാരമ്പര്യമാവാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബത്തിലും ആർക്കും എനിക്കോ അങ്ങനെ ഇല്ല, ഏട്ടൻ്റെ കുടുംബത്തിലും അങ്ങനെ ആർക്കും ഇല്ല, പക്ഷേ ഇതെങ്ങനെ വന്നതെന്നും ഒരു പിടിയില്ല. ഞാൻ പറഞ്ഞു എങ്കിൽ എൻ്റെ ഇളയ കുഞ്ഞിന് ഈ ഒരു അസുഖം വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ മുഖത്ത് നോക്കി അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു ഞെട്ടലായിപ്പോയി നമുക്ക്. പിന്നെ ഒരു കുറവില്ലാത്ത ഒരു സ്റ്റേജ് വന്നപ്പോൾ ഞങ്ങളായിട്ട് തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ വേറെ ഏതെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് ഉണ്ടോ എന്നുള്ള അഡ്മിഷനുമായി. അങ്ങനെ ഒരുപാട് പിന്നെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പതിയെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോകുന്നത് മതിയാക്കി. കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കല്യാണത്തിന് പോകുന്ന സമയത്തും ആദ്യം വന്ന് എൻ്റെ അടുത്തായാലും എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തായാലും ചോദിക്കുന്നത് എന്താ പറ്റി കുഞ്ഞിൻ്റെ കൈക്ക് എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കുന്നത്, അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ, കാരണം മോള് ഇച്ചിരി ഫെയർ ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും. അപ്പോൾ എന്താ കയ്യിൽ എന്ന് ചോദിക്കുമ്പോൾ അതിങ്ങനെ, അപ്പോൾ അവൾ പറയും ഇത് അലർജിയാ എന്ന് പറയും. അവൾക്ക് പിന്നെ അപ്പോൾ അവൾക്ക് എൻ്റെ ഒരു എന്താ പറയുക, ഒരു നാണക്കേടായി. ഇതെൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. സ്കൂളിൽ പോകാനും അവൾക്ക് ഇച്ചിരി മടിയായി. കാരണം സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ പറയുന്നത് നിൻ്റെ കൈ എന്താടി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കുന്നു അമ്മ ലഞ്ച് കഴിച്ചിട്ട് കൈ കഴുകാൻ പോയപ്പോൾ ചേച്ചിമാരൊക്കെ വന്ന് ചോദിക്കുന്നു അമ്മ എന്താണ് കയ്യിലെന്നൊക്കെ. അങ്ങനെ ഞാൻ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞു ടീച്ചറെ ഒന്ന് ഫ്രണ്ട്സൊക്കെ അവളുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത് ഒന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ UKG ടീച്ചറായാലും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടീച്ചറായാലും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അവളെ എന്താ പറയുക സ്വന്തം കുഞ്ഞിനെ പോലെ ആയിരുന്നു അവർ രണ്ടുപേരും നോക്കിയത്. അതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ അവസാനത്ത് എങ്ങനെ മാറില്ല എന്നൊരു ടെൻഷൻ അടിച്ചിരുന്ന സമയത്ത് പിന്നെ നമ്മളൊന്ന് അലോപ്പതി മാറ്റി വന്ന് വേറെ ഹോമിയോ ആയുർവേദം എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ കാണിക്കുന്ന ഒരു ആയുർവേദ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമ്മയും ബ്രദറൊക്കെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുമെങ്കിൽ നമുക്കൊരു ഹോമിയോ ഡോക്ടറെ അമ്മയെ കാണിക്കുന്ന ഹോമിയോ ഡോക്ടർ ഉണ്ടല്ലോ നിന്ന് കാണിച്ചു നോക്കാൻ പറഞ്ഞു. ഒരുപാട് കുഞ്ഞുങ്ങളും അവിടെ ട്രീറ്റ്മെൻറ്റായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടന് വലിയ ഹോമിയോ വലിയ താല്പര്യമില്ല. അപ്പോൾ എൻ്റെ ഒരു നിർബന്ധത്തിലായിരുന്നു ഞാൻ പോയ സമയത്ത് ഡോക്ടർ നമ്മളെ കൈയൊക്കെ പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇപ്പം എന്തൊക്കെ ഇൻറ്റേർണൽ മെഡിസിൻ എന്തെങ്കിലും കഴിക്കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ ക്രീമും മോയ്സ്ചറൈസറും സോപ്പും മാത്രമേ തന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ഡയറ്റ് പ്ലാനും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ കൈ നോക്കിയിട്ട് ഞാൻ ആദ്യം ചോദിച്ചു ഡോക്ടർ ഇത് കുറയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെന്താ കുറയാതിരിക്കാൻ ഈ അസുഖം എന്താ ഇതൊക്കെ കുറയും, പക്ഷെ നിങ്ങൾ 1 വർഷം വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എൻ്റെ അയ്യപ്പ മല ചവിട്ടിച്ച് എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എൻ്റെ അയ്യപ്പ എന്നാണ് എൻ്റെ മനസ്സിലാദ്യം വന്നത്. മാറും എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, പെട്ടെന്നൊരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഒരു ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 മാസം അങ്ങനെ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഡയറ്റ് പ്ലാൻ പറഞ്ഞു പാല് കുടിക്കേണ്ടെന്ന് പറഞ്ഞു. ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് ഡയറ്റ് തരാം, ഇത് മുഴുവൻ കഴിക്കാണ്ടിരിക്കേണ്ട, കാരണം കഴിക്കാതിരുന്ന കുഞ്ഞ് ലൈഫ് ലോങ് കഴിക്കാതെ തന്നെ ഇരിക്കണം, കാരണം കുറച്ചായിട്ട് കൊടുത്തു തുടങ്ങാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡോക്ടർ സാധാരണ ഹോമിയോ ഗുളിക ഉണ്ടല്ലോ അത് 4 നേരം, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി, ഇത് 4 ഗുളിക വെച്ച് 4 നേരം കഴിക്കാൻ പറഞ്ഞു. പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊരു പൊടി ഉണ്ടായിരുന്നു, അത് തന്നായിരുന്നു. പിന്നെ ഒരു മരുന്നുണ്ടായിരുന്നു, അതൊരു വെള്ളത്തിൽ 5 ഡ്രോപ്പ് ഒഴിച്ച് അതും കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ മെഡിസിനായിട്ട്. പിന്നെ ആ ഡോക്ടർ പറഞ്ഞു ആ സ്കിൻ ഡോക്ടർ തന്ന സെറ്റാഫിൽ ഡാം തന്നെ പുറമേ പുരട്ടാനും പറഞ്ഞായിരുന്നു. ഇത്രയേ പറഞ്ഞിട്ടുള്ളായിരുന്നു ആ ഡോക്ടർ. പാല് മാത്രം കുടിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പം ഇത് എന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്തു. ഡോക്ടറെ വിളിച്ച് എന്തെങ്കിലും സംശയം ചോദിക്കും. ഇടയ്ക്ക് പനിയൊക്കെ വരുന്ന സമയത്ത് ഇത് കൊടുക്കാവോ എന്ന് ചോദിക്കും. അപ്പോൾ ഇല്ല കുഴപ്പമില്ല കൊടുക്കാമെന്ന് പറയും. അങ്ങനെ ഒരു 3 മാസം കഴിയും തോറും മോളുടെ കയ്യിലുള്ള ആ ഒരു സംഭവമൊക്കെ മാറാൻ തുടങ്ങി. അത് എനിക്ക് മനസ്സിലായി, എൻ്റെ മോൾക്ക് മനസ്സിലായി. അവൾ വന്നിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ ഇവിടെയൊക്കെ മാറിയമ്മ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് മോൾ വരുന്നത്. കാരണം ഇപ്പം മോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ജോയിൻ ചെയ്ത സമയത്ത് അവർക്ക് അറിയില്ലല്ലോ കുട്ടി ആരാണെന്ന്. അപ്പോൾ ടീച്ചർമാർ വന്നിട്ട് ചോദിക്കും, എന്താ ധ്വനി ഇത് എന്താ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ പറയാം അലർജി മിസ് എന്നൊക്കെ പറയും. പക്ഷേ ഇത് ഇപ്പോൾ അറിയുന്നില്ല അമ്മ മാറുന്നുണ്ട് എന്ന് അവളും പറയുമ്പോഴും അവൾക്കൊരു സന്തോഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു സന്തോഷം. അങ്ങനെ അത് പതിയെ അത് കുറയാൻ തുടങ്ങി. അപ്പം കുറയാൻ തുടങ്ങിയ സമയത്തും ഇങ്ങനെ ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ഡോക്ടറെ കാണും, മരുന്ന് മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം വീട്ടിൽ വരുന്ന സമയത്ത് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഒരു ഏകദേശം ഒന്ന് മങ്ങി എന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ആ ഡ്രോപ്സ് ഒഴിക്കുന്നത് നിർത്താൻ പറഞ്ഞു. ഗുളികയും ആ പൊടിയും മാത്രം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഗുളികയും പൊടിയും മാത്രം കഴിച്ചു. പിന്നെ ഒരു ഓയിൽ തന്നിട്ടുണ്ടായിരുന്നു തേച്ച് കുളിക്കാനായിട്ട്, മോളുടെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും കൊണ്ട് ഇപ്പോൾ കയ്യിൽ മോളുടെ അത് കംപ്ലീറ്റ് ആയിട്ട് അത് മാറിയിട്ടുണ്ട് കേട്ടോ. കാരണം അത് ഒരിക്കലും അത് എന്താ പറയുക, എൻ്റെ മോളുടെ കൈ ഇങ്ങനെ പെട്ടെന്ന് ആവൂല എന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുന്ന സമയത്ത് ഇത് മാറിയല്ലോ എന്നുള്ളൊരു സന്തോഷവും എന്താ പറയുക, ഡോക്ടറുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അവളുടെ മുഖത്തായാലും മോളുടെ മുഖത്തായാലും ഇത് മാറിയൊരു സന്തോഷം ഉണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു എന്താ പറയുക, ഒരു പ്രഷ്യസ് മൊമെൻ്റാണ് അതൊക്കെ. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഡോക്ടറുടെ കീഴിലായിരുന്നു എനിക്കത് മാറിയത്. ഹോമിയോ കഴിച്ചിട്ടായിരുന്നു എൻ്റെ മുഖ ആ ഒരു അസുഖം മാറിയത്. ഇപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. കാരണം ഞാനിപ്പോൾ പെട്ടെന്നായിരുന്നു ഇങ്ങനെ ദുബായിൽ ഇവിടെ വന്ന സമയത്ത് എനിക്കിപ്പോൾ മെഡിസിനോ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു ടെൻഷനുണ്ട്, ഇനി തിരിച്ച് വരുമോ, മരുന്ന് നിർത്തിയതുകൊണ്ട് വരുമോ എന്നൊരു ചെറിയൊരു ടെൻഷനുണ്ട്. പക്ഷേ ഇതുവരെ വലിയ കുഴപ്പമില്ല. ഞാനിവിടെ വന്നിട്ട് 1 മാസത്തിൽ കൂടുതലായി. ഇതുവരെ മോക്കിങ്ങനെ വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. വരരുത് എന്നൊരു പ്രാർത്ഥനയാണ് ഉള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു അനുഭവം. മോക്ക് അത് ക്യൂർ ആയത് ഹോമിയോ കഴിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് അലോപ്പതിയെ താഴ്ത്തി കെട്ടാനോ ഹോമിയോപ്പതിയെ വലുതാക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ ഒരു അനുഭവമാണ്. കാരണം എനിക്ക് അലോപ്പതി വിശ്വാസമാണ്, ഹോമിയോ വിശ്വാസമാണ്, ആയുർവേദം വിശ്വാസമാണ്. എല്ലാ മെഡിസിനും എല്ലാ ഇതിനും അതിൻ്റേതായുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ പെട്ടെന്നൊരു അസുഖം വരുമ്പോൾ നമ്മൾ ഹോമിയോ പോയില്ലല്ലോ, പെട്ടെന്നൊരു അലോപ്പതിയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ അലർജി അങ്ങനെ എന്തെങ്കിലും സിംറ്റംസോ അങ്ങനെ ഉണ്ടെങ്കിൽ ഹോമിയോ കാണിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇങ്ങനെ ഒരു എക്സിമ എന്ന് പറഞ്ഞ അസുഖമുള്ള അമ്മമാരോ പാരൻസോ ഉണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.